ഏഷ്യയുടെ ജലഗോപുരം എന്നറിയപ്പെടുന്ന ഹിമാലയം ഇപ്പോൾ ഗുരുതരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹിന്ദുക്കുഷ് മലനിരകളെയും ചൂട് പിടിപ്പിക്കുന്ന പാരിസ്ഥിതിക ദുരന്തം ഏകദേശം 200 കോടി ആളുകളെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 23 വർഷത്തിനിടെ ഏറ്റവും കുറവ് മഞ്ഞുവീഴ്ചയുള്ള വർഷമായാണ് 2024-25 രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സമയങ്ങളിൽ ഉള്ളതിനേക്കാൾ 23.6% കുറവ് മഞ്ഞുവീഴ്ചയാണിത്. തുടർച്ചയായ 3-ാം വർഷമാണ് ഇത്തരത്തിൽ മഞ്ഞുവീഴ്ചയിൽ കുറവുണ്ടാകുന്നെന്ന വാർത്ത ആശങ്കയുണ്ടാക്കുന്നതാണ്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ കാർഷിക മേഖലയിലും ജലസേചനത്തിനും ഒരുപോലെ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര തുടങ്ങി ഏഷ്യയിലെ പ്രധാനപ്പെട്ട 12 നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയൻ മലനിരകളിലെ മഞ്ഞുരുകി ഈ നദികളിലൂടെ ഒഴുകിവന്ന ജലത്തെ ആശ്രയിച്ചാണ് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലെ കാർഷിക മേഖലയും വൈദ്യുത പ്രൊജക്ടുകളും ഒക്കെ നിലനിൽക്കുന്നത്.